അതേവരെ പിന്നാക്കം നിന്നിരുന്ന മലബാർ പ്രദേശത്തെ പൊതുവിലും മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന പിന്നോക്ക നില അവസാനിപ്പിക്കുന്നതിന് കാര്യമായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ മലപ്പുറം ജില്ലാ രൂപീകരണവും കോഴിക്കോട് സർവകലാശാലയും. തെരഞ്ഞെടുപ്പിൽ തന്നെ സപ്തകക്ഷി മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഈ പിന്നോക്ക പ്രദേശങ്ങൾ ചേർത്തുകൊണ്ടൊരു പുതിയ ജില്ല രൂപീകരിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനമാണ് 1969 ജൂൺ മാസം 16-ാം തീയതി സാക്ഷാത്കരിക്കപ്പെട്ടത്. അന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ എതിർപ്പാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർന്നു വന്നത്. ഒരുപക്ഷെ മറ്റൊരു ജില്ലയുടെയും ചരിത്രത്തിൽ അങ്ങനെ ഒരു എതിർപ്പുണ്ടാവില്ല. ഈ എതിർപ്പിൻ്റെ മുന്നിൽ നിന്നത് അന്ന് കടുത്ത ഹിന്ദു വർഗീയവാദികളായ ഭാരതീയ ജനസംഘം BJPയുടെ അന്നത്തെ രൂപം ആ സമരത്തിൻ്റെ മുൻപിൽ നിന്നു. ഒരു കുട്ടി പാകിസ്ഥാനായി മലപ്പുറം ജില്ല മാറും. താനൂരിൽ പാകിസ്ഥാൻ്റെ മുങ്ങിക്കപ്പൽ പൊങ്ങും. ആ മുങ്ങിക്കപ്പലിൽ നിന്ന് മിസൈലുകൾ തൊടുത്തുവിടും. വടക്കേ ഇന്ത്യയിൽ നിന്ന് അന്നത്തെ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ നേതാവായ നാനാജി ദേശ്മുഖിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വളണ്ടിയർമാരാണ് മലപ്പുറത്ത് മാസങ്ങളോളം തമ്പടിച്ച് പ്രക്ഷോഭം നടത്തിയത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അസംബ്ലിക്കകത്തും കടുത്ത രൂപത്തിൽ കരുണാകരൻ്റെ നേതൃത്വത്തിൽ അവർ നിലകൊള്ളുകയുണ്ടായി. സമീപകാലത്ത് അന്തരിച്ചു പോയ കോൺഗ്രസിൻ്റെ നേതാവായ ശ്രീമാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ വഴിക്കടവിൽ നിന്ന് കോഴിക്കോട് കലക്ട്രേറ്റിലേക്ക് ജില്ല രൂപീകരിക്കാൻ പാടില്ല, മലപ്പുറം ജില്ലയ്ക്കെതിരായി വലിയ ബഹുജന മാർച്ച് തന്നെ കോൺഗ്രസ് സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ഒരു നിലപാടിനോടൊപ്പമായിരുന്നു കേളപ്പനാണ് ഏറ്റവും അപകടകരമായ വർഗീയ നിലപാട് പരസ്യമായി പ്രകടിപ്പിച്ച ഒരാൾ. അദ്ദേഹം മാപ്പിളസ്ഥാൻ എന്നാണ് മലപ്പുറത്തെ വിഭാവനം ചെയ്യപ്പെട്ട മലപ്പുറം ജില്ലയെ വിശേഷിപ്പിച്ചത്. അതിന് രൂക്ഷമായി കേളപ്പനെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മാപ്പിളസ്ഥാൻ എന്ന് വിളിക്കുന്നത്? മുസ്ലിങ്ങൾ കൂടുതലുള്ളൊരു പ്രദേശത്തെ മാപ്പിളസ്ഥാൻ എന്ന് നിങ്ങൾ വിളിച്ചാൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ലകളെയൊക്കെ നിങ്ങൾ ഹിന്ദുസ്ഥാൻ എന്നാണോ വിളിക്കുന്നത്? ക്രൈസ്തവർ ഭൂരിപക്ഷമായിട്ടുള്ള ജില്ലകളെ ക്രിസ്ത്യാനിസ്ഥാൻ എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടോ? പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ മാപ്പിളസ്ഥാൻ എന്ന് വിളിക്കുന്നതെന്ന് അതിരൂക്ഷമായ ഭാഷയിൽ AKG ചോദിക്കുന്നുണ്ട്. AKG കേളപ്പന് അന്നൊരു കത്ത് എഴുതുന്നുണ്ട്, ദീർഘമായൊരു കത്ത്. AKGയും കേളപ്പനും തമ്മിൽ വലിയ അടുപ്പമായിരുന്നു. താങ്കൾ എനിക്ക് ഗുരുസ്ഥാനീയനായിരുന്നു, ഏറ്റവും ആദരവോടുകൂടിയാണ് ഞാൻ താങ്കളെ കണ്ടത്. പക്ഷേ ഇനി എനിക്ക് നിങ്ങളോട് ആദരവില്ല, എനിക്ക് നിങ്ങളോട് കടുത്ത എതിർപ്പും വിരോധവുമാണുള്ളത്. നിങ്ങൾ ഒരു മതനിരപേക്ഷവാദിക്ക് പ്രതീക്ഷിക്കാനാവാത്ത വിധം ഏറ്റവും അപകടകരമായ വർഗീയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു നീണ്ട കത്ത് AKG എഴുതുന്നു. ഈ എതിർപ്പുകളൊക്കെ അതിജീവിച്ചാണ് ജില്ല രൂപം കൊണ്ടത്. മുഖ്യമന്ത്രിയായ സഖാവ് EMSഉം CPMഉം എടുത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ജില്ല രൂപം കൊണ്ടത്. പെരുന്തമണ്ണ റോഡിൽ MSPയുടെ കവാടത്തിനെതിരായിട്ടുള്ള പഴയ തുക്കടി സാഹിബിൻ്റെ കെട്ടിടത്തിൽ താൽക്കാലിക കലക്ടറേറ്റ്, അതിന് മുമ്പിൽ ദേശീയ പതാക ഉയർത്തുന്നത്. അന്ന് വൈകുന്നേരം ഒരു പൊതുയോഗം ഇന്ന് കോട്ടക്കുന്ന് എന്ന് പറയുന്ന അവിടെ അതിൻ്റെ അടിവാരത്തിൽ വെച്ച് നമ്മുടെ പാർട്ടിയുടെ ഒരു പൊതുയോഗം നടന്നു. ആ പൊതുയോഗത്തിൽ അന്ന് പങ്കെടുത്തത് ഗോവിന്ദപിള്ളയും ചാത്തുരി മാഷുമാണ്. അവർ രണ്ടാളും MLA-മാരാണ്. അവർ മാത്രം പങ്കെടുത്ത് ഒന്നിച്ച് ജനാബിലായിരുന്നു ആ യോഗത്തിൽ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഒരാൾക്ക് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല.
യാഥാസ്ഥികത്വത്തിൻ്റെയും വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും സ്വാധീനം, ജന്മി മുതലാളിത്തത്തിൻ്റെ മേധാവിത്വം, ഇതിനാൽ അടിച്ചമർത്തപ്പെട്ട ഒരു പാവപ്പെട്ട കീഴാളവർഗം ജീവിച്ച രാജ്യമാണ് മലപ്പുറം ജില്ല. അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഏത് രാഷ്ട്രീയം വന്നാലും അവരെ എതിർത്തും ആക്ഷേപിച്ചും അതിനെ തകർക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറം ജില്ലയിൽ ഉണ്ടായി വരുന്നത്. മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പർമാരും പാലക്കാട് ജില്ല അതിൽ ഉൾപ്പെടുന്ന ജില്ലാ കമ്മിറ്റി മെമ്പർമാരുടെയും സംയുക്ത യോഗം പഴയ കോട്ടപ്പടി സത്രത്തിൽ വെച്ച് ചേർന്നു. CH കണാരൻ, EK നായനാർ, ബിച്ചുബാവ തുടങ്ങിയിട്ടുള്ള ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം അതിൻ്റെ സെക്രട്ടറിയായിട്ട് എന്നോട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. 935 പാർട്ടി അംഗങ്ങളാണ് ജില്ല രൂപം കൊള്ളുമ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. 4 ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ 4 താലൂക്ക് കമ്മിറ്റികളായി ഇട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. നമ്മൾ ഗവൺമെൻറ് പോയി അതിന് ശേഷം വന്ന ആദ്യത്തെ ജില്ലാ സമ്മേളനം തുഞ്ചൻ പറമ്പിൽ വെച്ചാൽ നടന്നത്. അതിലാണ് EK സഖാവ് ബിച്ചുബാവ സെക്രട്ടറിയിൽ വന്നത്. അന്ന് തൊട്ടുള്ളതായിരുന്നു നമുക്കൊരു ജില്ലാ കമ്മിറ്റിക്ക് ഒരു സ്വന്തം ആഫീസ് എന്നുള്ള ഒരു ചിന്ത. അന്നത്തെ ജില്ലാ പാർട്ടി ആഫീസ് ഒരു വാടക കെട്ടിടത്തിൽ ഇവിടെ തിരുവനന്തപുരം റൂട്ടിൽ കലക്ടർ ബംഗ്ലാവിൽ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു മലയുടെ മുകളിലാണ്. കലാപ്പയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ചേകുപ്പ അബൂബക്കർ ഹാജി എന്ന് പറയും. മൂപ്പരാണ് അന്നത്തെ കാലത്ത് മലപ്പുറത്തെ പാർട്ടി ഓഫീസിൽ സ്ഥലം അന്വേഷിച്ച് വരുമ്പോൾ പലവരോടും അന്വേഷിച്ചിട്ടും എവിടെയും കിട്ടാതെ വന്നപ്പോൾ മൂപ്പരാണ് അന്നത്തെ കാലത്ത് പാർട്ടി ഓഫീസിന് അന്നൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഓഫീസിന് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിന് സ്ഥലം കൊടുക്കുക എന്നുള്ളത് മലപ്പുറത്ത് സംഭവിക്കാത്ത കാര്യമാണ്. അന്ന് മൂപ്പരാണ് മുൻകൈ എടുത്ത് ഈ പാർട്ടി ഓഫീസിന് സ്ഥലം കൊടുത്തത്. ജൂൺ മാസം 20-ാം തീയതിയാണ് പാർട്ടി ഓഫീസ് ആരംഭിക്കുന്നത്. 69. അവിടെ ഒരു സാധനമില്ല. എവിടുന്നോ ഒരു പഴയ മേശയും 2 കസേലയും ഒരു ബെഞ്ചും കൊണ്ടുവന്നു. അതിന് പുറമെ ഈ ഓഫീസിലെ മിനിറ്റ്സ് അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കാനൊരു മഞ്ച, ആ മഞ്ചയിൽ ഈ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കും. രാത്രിയിൽ ഓഫീസ് സെക്രട്ടറി ആ മഞ്ചേൻ്റെ മുകളിൽ പായിട്ടിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇത് അധിക കാലം ഈ രീതിയിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പുതിയ കെട്ടിടം, അതിന് വേണ്ടുന്ന സ്ഥലം ആദ്യം കണ്ടെത്താൻ ശ്രമിച്ചു. ഒന്നാമത്തെ ജില്ലാ സമ്മേളനം 71 തിരൂരിൽ വെച്ചാണ് നടന്നത്. 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ജില്ലാ സമ്മേളനം നടക്കുക. അടിയന്തരാവസ്ഥ കാരണം യഥാസമയം ജില്ലാ സമ്മേളനം നടന്നില്ല. ആ ജില്ലാ സമ്മേളനത്തിൻ്റെ തീരുമാനമാണ് മലപ്പുറത്ത് പാർട്ടിക്ക് സ്വന്തമായ ഒരു ആസ്ഥാനം ഉണ്ടാകണമെന്ന്. പല സ്ഥലങ്ങളും നോക്കി അവസാനം കണ്ടെത്തിയത് ഇപ്പം നിൽക്കുന്ന ഓഫീസിൽ നിൽക്കുന്ന സ്ഥലമാണ്. അന്ന് വില പറഞ്ഞ് ബിംബിച്ചുബാവയാണ് അതിൽ മുൻകൈയെടുത്തത്. 2 രൂപ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുജനങ്ങളിൽ നിന്ന് സംഭാവന ശേഖരിച്ചത്. 1 ലക്ഷം രൂപ ബഹുജനങ്ങളിൽ നിന്ന് ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ടാർഗറ്റ്. എന്നാൽ 1 ലക്ഷത്തിലധികം രൂപ ഈ കൂപ്പൺ ഉപയോഗിച്ച് സംഭാവനയായി ശേഖരിക്കാൻ കഴിയും. 80 മെയ് മാസത്തിലാണ് ഇവിടേക്ക് ഓഫീസ് മാറ്റുന്നത്. ബിച്ചുബാവ അന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളിലൊരാളായ TP കുട്ടിയമ്മ സാഹിബ്, അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ചീഫ് എഞ്ചിനീയറായിരുന്നു PWDയിൽ. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ കൊണ്ടാണ് ഈ ഓഫീസ് അന്ന് ഡിസൈൻ ചെയ്തത്. ഒരു ഭാഗം മുഴുവൻ ഓഫീസ് മുറികളാണ്. ബാക്ക് സൈഡിൽ കോറിഡോറാണ്. കോറിഡോറിൻ്റെ അപ്പുറത്ത് സ്യൂട്ട് ടൈപ്പ് മുറികളാണ്. എല്ലാ മുറികൾക്കും ബാൽക്കണികളുണ്ട്. ഈ സൗകര്യങ്ങളോട് കൂടിയാണ് 40 കൊല്ലം മുമ്പ് ഈ ഓഫീസ് ഡിസൈൻ ചെയ്യുന്നത്.
അന്ന് മലപ്പുറത്തൊന്നും ഇല്ലാത്ത മികച്ച ഓഡിറ്റോറിയം ഈ ഓഫീസിലാണ്. കേരളത്തിലെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്കും അന്ന് കമ്മിറ്റി ഓഫീസുകളുടെ ഒപ്പം ഓഡിറ്റോറിയങ്ങളില്ല. അപ്പോൾ ഇവിടെ ഒന്ന് മലപ്പുറത്ത് ഓഡിറ്റോറിയം ഇല്ല, നമുക്കൊരു വാടകയ്ക്ക് എടുക്കാനൊരു ഓഡിറ്റോറിയം ഇല്ല. ആ സമയത്ത് തന്നെ മലപ്പുറത്തെ CPM ഓഫീസ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ബാൽക്കണി കൂടിയുള്ള ഓഡിറ്റോറിയമാണ്. മലപ്പുറത്തിൻ്റെ ഒരു സാംസ്കാരിക മുദ്രണം, അങ്ങനെയാണ് ആർക്കിടെക്ചർ കോൺസെപ്റ്റ് ചെയ്യുന്നത്. ഈ പേർഷ്യൻ ആർക്കിടെക്ചർ മോഡലും കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടാണ് സൈഡ് വ്യൂസ്. അന്നത്തെ മലപ്പുറം ടൗണിലെ ഏറ്റവും ചെയ്യുന്ന വലിയ കെട്ടിടമാണ്. ഇന്ന് മലപ്പുറം ജില്ലയിലെ എല്ലാ മുക്കിലും മൂലയിലും പാർട്ടിയുടെ സംഘടനാ ഘടകങ്ങളുണ്ട്. ഏതാണ്ട് 2420 ബ്രാഞ്ചുകൾ, 145 ലോക്കൽ കമ്മിറ്റികൾ, 16 ഏരിയ കമ്മിറ്റികൾ. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുന്നത് 1979-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ വീട്, അതായത് നമുക്കൊക്കെ സ്വന്തം ഒരു വീട് ഉള്ളത് പോലെയാണ് ആ കെട്ടിടം. അവിടെ ചെന്നാൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി എവിടെയും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അന്നും ഇന്നും എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സന്തോഷമാണ്. 71 നടന്ന തിരൂർ സമ്മേളനം സഖാവ് ബിച്ചുവാവയാണ് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. 71 മുതൽ ഒരു ദശാബ്ദക്കാലം അദ്ദേഹം ജില്ലയിലെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ജില്ലാ രൂപീകരണം, ജില്ലയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണം, ഇതിലൊക്കെ മുൻകൈയെടുത്ത 3 നേതാക്കളിൽ പാലോളി, സേതാലിക്കുട്ടി, കുഞ്ഞാലി, ഈ 3 പേരുടെ മുൻകൈ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഉമ്മർവാട്ട്, PP വാസുദേവൻ, ഇവരൊക്കെ ഇപ്പതാ EN മോഹൻദാസും അടങ്ങിയ നമ്മുടെ ജില്ലാ സെക്രട്ടറിമാർ, ഇത്രയും പേരുടെ ഓടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അനുഭവമാണ്. 2 ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ഒന്ന് 20-ാം തീയതി കൂടിയ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ, അതിനുശേഷം ജൂലൈ മാസത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. ആ ജൂലൈ മാസത്തിലാണ് വെടിയേൽക്കുകയും 2 ദിവസം കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച് രക്തസാക്ഷിയാവുകയും ചെയ്തിട്ടുള്ളത്. ജില്ലാ രൂപീകരണത്തിൽ അതിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ആശയപരിസരമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിൽ വലിയ പങ്കാണ് സഖാവ് കുഞ്ഞാലി വഹിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ വളരുന്നൊരു പാർട്ടിയായി CPM ഈ കാലയളവിൽ മാറി എന്നുള്ളതാണ് പ്രത്യേകത. 982 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ട് 2,71,000 വോട്ടുകളാണ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,65,000 ഇടതുപക്ഷ മുന്നണിയുടെ വോട്ട് വർദ്ധിച്ചു. ഈ മാറ്റങ്ങളുടെയൊക്കെ പിറകിൽ അതിൻ്റെ ആസൂത്രണവും അതിൻ്റെ നിർവഹണത്തിൻ്റെയും കേന്ദ്രമായി മാറിയത് ഈ ആഫീസാണ്. പ്രവർത്തകർ വർദ്ധിച്ചു, ജനപിന്തുണ കൂടി, സാഹചര്യങ്ങൾ വർദ്ധിച്ചു. ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് പ്രവർത്തിക്കാൻ പാർട്ടിക്ക് കൂടുതൽ സൗകര്യവും സംവിധാനങ്ങളും ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് പാർട്ടി തീരുമാനിച്ചു പുതുക്കി പണിയാൻ. അങ്ങനെയാണ് പുതിയ കെട്ടിടത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. സമരവും ആശയസമരവും എന്നുള്ള കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട്, സിദ്ധാന്തവും പ്രയോഗവും എന്നുള്ളതിൻ്റെ സമന്വയമാണ്. അപ്പോൾ ആ സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും സമന്വയത്തിന് നല്ല ഐഡിയോളജിക്കൽ ബേസ് വേണം. നല്ല ഐഡിയോളജിക്കൽ ബേസിൽ ഒരാൾക്കാണ് കാര്യങ്ങളെ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കുക. അല്ലാത്തവരെല്ലാം നമുക്ക് നേരെടുക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ ഓഫീസ് എപ്പോഴും നിങ്ങൾക്ക് ആശയരാഷ്ട്രീയ പഠനം നടത്താൻ പ്രചോദനം നൽകുന്നതായിരിക്കും. ഒരു പുതിയ തലമുറയിലെ
ദുഷണശാലിയായ മനുഷ്യനെ സ്വാഗതം ചെയ്യാനുള്ള പാർട്ടി ഓഫീസ്. CPIM ഓഫീസുകളെന്നാൽ ഒരു കേവലം രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ എന്ന നിലയിലല്ല കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രാമത്തിലും CPIMൻ്റെ ഒരു ഓഫീസ് കാണാൻ കഴിയും. ആ ഓഫീസ് യഥാർത്ഥത്തിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു അഭയകേന്ദ്രമാണ്. എത്രയോ മനുഷ്യൻ ബന്ധപ്പെടുന്ന സ്ഥലമാണ്. പാർട്ടി ഓഫീസിലേക്ക് കമ്മിറ്റി വിടാൻ വരുന്നവരുണ്ടാവും. കമ്മിറ്റി വിടാൻ വരുന്ന മനുഷ്യനേക്കാൾ എത്രയോ ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങളുമായിട്ട് പാർട്ടി ഓഫീസിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വരുന്ന ഒരാൾക്ക് ഒരു വിശ്വാസം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ടാവും. പലതും ജീവിത വിഷയങ്ങളുമായിരിക്കും. വളരെ പ്രതീക്ഷയോടു കൂടിയാണ് വരിക. ഓഫീസിൽ എപ്പോഴും ഒരാൾ വരുമ്പോൾ അയാളൊരു പ്രതീക്ഷയോട് കൂടിയാണ് വരിക. പ്രതീക്ഷയോട് കൂടി വരുന്ന ഒരാൾക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു സ്ഥലമായിരിക്കണം ഓഫീസ്. കമ്മ്യൂണിസത്തിന്റെ വിജയം അനിവാര്യമാണ്. എന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. എൻ്റെ ജീവിതകാലത്ത് നടക്കുമെന്ന യാതൊരു വ്യാമോഹവും എനിക്കില്ല. നിങ്ങളിൽ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ കാലത്ത് നടക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ കുട്ടികളുടെ കാലമാവുമ്പോഴേക്കെങ്കിലും ലോകത്താകെ കമ്മ്യൂണിസം